പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഇനി ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മൾ പുതുവത്സരത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ശരി, ഈ സ്ഥലം വളരെ നന്നായിരിക്കുന്നു എന്ന് ചിന്തിക്കുകയാണോ? വി ലവ് യാങ്കോ എന്ന് പുറകിൽ എഴുതിയിരിക്കുന്ന കണ്ടോ? മിയാൻമറിലെ ഒരു വലിയ പട്ടണത്തിന്റെ പേരാണ് യാങ്കോ എന്നത്. ആ പട്ടണത്തിലാണ് മനോഹരമായി ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. വലിയ ഗാർഡൻ, കാഴ്ചയ്ക്ക് മനോഹരമായിരിക്കുന്നു, രമ്യമായിരിക്കുന്നു. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ പട്ടണത്തെയും ഇവിടെ വസിക്കുന്ന ജനങ്ങളെയും യേശു സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ സ്നേഹിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരുടെ നടുവിൽ വന്ന് ഇവർക്കായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ഇന്ന് ദൈവം നമുക്ക് തരുന്ന വാഗ്ദാനം അറിയാനായി കാത്തിരിക്കുകയാണോ? വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കൂ. സങ്കീർത്തനം 51:2 എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കേണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കേണമേ. പുതുവത്സരത്തിലേക്ക് കടക്കാൻ പോവല്ലേ? ഒരുങ്ങിയിട്ടുണ്ടോ? എല്ലാത്തിനും ഒരുങ്ങാറുണ്ട് അല്ലേ? എക്സാമിന് പോകുമ്പോൾ ഒരുങ്ങുന്നു, ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരുങ്ങുന്നു, ബിസിനസ് ചെയ്യാനും നാം ഒരുങ്ങുന്നു. ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ സഭകളിലും ശുശ്രൂഷകളിലും ധാരാളം ഒരുക്കങ്ങളും പ്രാർത്ഥനകളും ചെയ്യാറുണ്ട്. ഞങ്ങളെല്ലാം അങ്ങനെ പ്രാർത്ഥിക്കും. 3 ദിവസം ഉപവസിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാറുണ്ട്. അപ്പോൾ ആ ഒരുക്കം ആവശ്യമല്ലേ? ഈ ഒരുക്കത്തിന്റെ പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ടത് ദൈവത്തിന്റെ മുന്നിൽ നമ്മുടെ ഹൃദയം തുറന്ന് എന്റെ അക്രമം നീങ്ങാൻ എന്നെ നന്നായി കഴുകി പാപം നീക്കി എന്നെ വെടിപ്പാക്കേണമേ. ദൈവമേ, എന്നെ മുഴുവനായി കഴുകണമേ, വെടിപ്പാക്കേണമേ എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ, എന്റെ ജീവിതത്തെ വിശദീകരിക്കണമേ എന്നാണ് അർത്ഥം. നാം എല്ലാവരും പോരായ്മകളുള്ള മനുഷ്യരാണ്. തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ വർഷം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എത്രയോ തെറ്റുകൾ നാം അറിഞ്ഞു ചെയ്യുന്നു, അറിയാതെ ചെയ്യുന്നു. ചെയ്ത ശേഷം അയ്യോ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് പാപമില്ല എങ്കിൽ നമ്മെ നാം വഞ്ചിക്കുന്നു എന്ന് ബൈബിളിൽ ഉണ്ട്. നാം ഈ പാപം നിറഞ്ഞ ലോകത്തിലായിരിക്കുമ്പോൾ എത്രയോ തെറ്റുകളും കുറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അതിൽ സ്ഥിരമായിരിക്കരുത്, ആ പാപത്തിൽ സ്ഥിരമായിരിക്കരുത്. ഇത് ശരിയാണ്, ഇതിലെന്താണ് തെറ്റെന്ന് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കരുത്. നമ്മെ വെടിപ്പാക്കാനായി ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം നമ്മെ വിശുദ്ധീകരിക്കുമ്പോൾ വിശുദ്ധിയുള്ളവർ കൂടുതൽ വിശുദ്ധരാകുന്നു. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവമേ, ഞാൻ കൂടുതൽ വിശുദ്ധിയുള്ളവനാകണം, അപ്പോൾ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തിന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കണം. ദൈവം പറയുന്നു, ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. യഹോവയ്ക്ക് നമ്മെ ശുദ്ധിയുള്ളവരാക്കാനാകൂ. നമുക്ക് സ്വയം ശുദ്ധീകരിക്കാൻ സാധിക്കില്ല. നമ്മെ വിശുദ്ധീകരിക്കാനായി യേശു കുരിശിൽ രക്തം ചിന്തി മരിച്ചു. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും നീക്കി നമ്മെ ശുദ്ധീകരിക്കും. കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്റെ ഹൃദയത്തെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. എന്റെ ഉള്ളിൽ കോപവും നീരസവും അഹങ്കാരം മോഹം എന്നീ പാപങ്ങളെല്ലാം ഉണ്ട്. ശുദ്ധീകരിച്ച് മുഴുവനായി എന്നെ കഴുകണമേ എന്ന് അപേക്ഷിച്ചാൽ ആ വിശുദ്ധീകരണം നടന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മിൽ പാപജീവിതം കുറഞ്ഞ് വിശുദ്ധി കൂടിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഒടുവിൽ പൂർണ്ണമായ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തും. അതിന് നിങ്ങൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ പ്രാർത്ഥന പറയൂ. ദൈവത്തോട് കുറവുകളെപ്പറ്റി പറയൂ. ആരോടെങ്കിലും ഐക്യമാവണമെങ്കിൽ, ഭർത്താവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കൂ. ഭാര്യയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കൂ. മക്കളെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ച് അവരോട് ഐക്യമാകൂ. മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമാധാനം പുലർത്തൂ. ജോലിസ്ഥലത്തും വസിക്കുന്ന സ്ഥലത്തും ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസാക്ഷി കുത്തും, സ്വസ്ഥതയുണ്ടാവില്ല. അത് തന്നെ പാപവും ശാപവുമായി തുടരും. പോയി ക്ഷമ ചോദിച്ച് ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അവരുമായി യോജിക്കുവിൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പരിപൂർണ വിശുദ്ധിയെ ഉണ്ടാക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എന്റെ അകൃത്യം നീക്കി എന്നെ കഴുകണമേ, എന്റെ പാപത്തെ മുഴുവനായി കഴുകി വെടിപ്പാക്കേണമേ. പ്രാർത്ഥിക്കാമോ? എങ്കിൽ 1 മിനിറ്റ് ഹൃദയത്തിൽ കൈവച്ച് പറയൂ, യേശുവേ, എന്റെ പാപത്തെ കഴുകി അങ്ങയുടെ രക്തത്താൽ ശുദ്ധീകരിക്കണമേ. ദൈവമേ, ഞാൻ സമ്പൂർണ്ണ വിശുദ്ധനാവണം. ഈ വർഷം ഞാൻ ചെയ്ത കുറ്റങ്ങളും കുറവുകളും പാപങ്ങളും പുതിയ വർഷത്തിൽ ഞാൻ ചെയ്യാൻ പാടില്ല. ഈ വർഷത്തോടെ എന്റെ പഴയ പാപങ്ങളെല്ലാം ഒഴിഞ്ഞു പോകട്ടെ. എന്നെ ശുദ്ധീകരിച്ചൊരു പൂർണ്ണ ഹൃദയത്തോടെ, വിശുദ്ധിയുള്ള ഹൃദയത്തോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക.
ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ